ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കാറിലോട്ട് എവിടെ പോകണമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അതെ, ഒരുപാട് നാളായി ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ട്. അങ്ങനെ എൻ്റെ ഉമ്മായും അപ്പായും എൻ്റെ ബ്രദറൊക്കെ വിളിക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ആ വഴി കുറേ ദൂരമുണ്ട്. ആ വഴി പോയപ്പം ഞങ്ങൾക്ക് ചായ വൈകുന്നേരമൊക്കെ ആയി. ചായ കുടിക്കാൻ ഒന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചു. ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ ചായയും കുടിച്ച് അത് കാണിക്കാൻ വിട്ടുപോയിട്ടോ. ചൂടുണ്ടോണ്ട് ഞാൻ അത് എടുത്തില്ല. അത് നല്ല ചൂട് മൊരിഞ്ഞ ഉഴുന്നോടെയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോവേണ് കേട്ടോ. ഞാൻ വീട്ടിൽ അങ്ങനെ ഒരുപാടൊന്നും പോവാറില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പാപ്പായും ബ്രദറും കൂടെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ഇറങ്ങി. അപ്പം ഞങ്ങളിതാ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വീണ്ടും വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുമ്പോൾ നല്ലൊരു സന്തോഷവും ഒക്കെ കൂടിയാണ് കേട്ടോ. എല്ലാവരെയും കാണാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. അങ്ങനെ രാവിലെ ആയി. എല്ലാവരും പറഞ്ഞു വ്ളോഗ് ഇപ്പോൾ എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും തിക്കും തിരക്കുമായിട്ട് രാവിലത്തെ പണി ഉച്ചയ്ക്കത്തെ പണിയൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് മാത്രമേ എടുത്തോളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ തുണികളൊക്കെ എടുത്ത് സർഫിൽ ഇട്ടു കേട്ടോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ എടുത്ത് സർഫിലിട്ട ശേഷം ഞാൻ എൻ്റെ ഉമ്മയുടെ മരങ്ങളും ചെടികളൊക്കെ നോക്കണം കേട്ടോ. എന്ത് അവസ്ഥയിലായെന്ന് നോക്കണം കേട്ടോ. ഉമ്മാക്കിപ്പോൾ വയ്യാത്തതുകൊണ്ട് അങ്ങനെ മിക്കതും അധികമൊന്നും ചെടികളെ നോക്കാറൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഞാൻ ഇതിൻ്റെ ഇടയിൽ അടുക്കളയിൽ പോയിട്ട് നിന്ന് സഹായിച്ചിട്ട് വീണ്ടും ഉറട്ടി ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിലുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിൽ എനിക്ക് ഊഞ്ഞാലിരിക്കാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഊഞ്ഞാലിരുന്ന് ഉറട്ടിയും മുട്ടക്കറിയൊക്കെ കഴിച്ചു കേട്ടോ. നമ്മളെ പുതിയ അതിഥിയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ പുതിയ അതിഥിയായിരുന്നു ഈ പൂച്ച. ഒരു നല്ല പൂടുള്ളൊരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ. അത് ചത്തുപോയെന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞത്. നല്ല സുന്ദരിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഉമ്മ മീൻ ഇറക്കുന്നു. അങ്ങനെ നെമ്മീൻ ചൂരയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പം അതൊക്കെ ഇറക്കിയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉമ്മയാണ് മാക്സിമം മീനൊക്കെ ഇറക്കുന്നത്. ഞാനിങ്ങനെ കത്തിരിയൊക്കെ വെച്ചിട്ടാണ് കത്തിരിയും പിച്ചാത്തിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് ഇറക്കുന്നത് തന്നെ. അപ്പോൾ ഉമ്മ ഇങ്ങനെ ഒരു പിച്ചാത്തി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അറുത്തെടുക്കും. എനിക്ക് അത്ര ഇതില്ല. അപ്പം ഞാൻ കുറേ നാൾ കഴിഞ്ഞ് പഠിക്കുമായിരിക്കും അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെ കുറച്ച് മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കൂടുതലും മഴയും തണുപ്പും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് കൂടുതൽ. അങ്ങനെ ഒരു നാടൻ വിശേഷമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പൂച്ചയ്ക്ക് മീൻ ഇട്ട് കൊടുത്തു. പൂച്ച അതിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പൂച്ച അങ്ങനെ വരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അപ്പച്ചിയുടെ വീട്ടിലൊക്കെയാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ ഈ പൂച്ച ഒരാളെങ്കിലും വരും കേട്ടോ ഈ പൂച്ചയായിട്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ പോയാൽ പിന്നെ ഇങ്ങനെയൊക്കെ എനിക്ക് എല്ലാം പതുക്കെ ഞാൻ ചെയ്യുന്നത് ജോലികളൊക്കെ. എൻ്റെ കാല് നല്ല വേദനയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കുറേ നാൾ. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാനത് കഴിഞ്ഞിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അലക്കാനായിട്ട് പോയി. ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടില്ല. വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു എന്ന് വാഷിംഗ് മെഷീനിലല്ലേ ഇട്ട് കഴുകുന്നത്. ഇതാകുമ്പോൾ എനിക്ക് സമയമുണ്ട്. അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടേണ്ട കാര്യമൊന്നുമില്ലെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ കൈ കൊണ്ട് കല്ലിൽ ഒഴിച്ച് കഴിയുമ്പോൾ മാക്സിമം നമുക്ക് കൂടുതൽ അഴുക്കും എന്തെങ്കിലും എല്ലാം പോകുമല്ലോ. അപ്പോൾ നമുക്ക് അത്രയും നല്ല ഒരു പിന്നീട് വാഷിംഗ് മെഷീൻ ഇട്ട് കഴുകിയാലും കുഴപ്പമില്ല, അധികം പോയാലും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീട്ടിൽ വന്ന് മാക്സിമം ഞാൻ ഡ്രസ്സുകൾ കൊണ്ടുവന്നിട്ട് ഞാനത് കൈ കൊണ്ട് അലക്കും കേട്ടോ. അതാണ് എനിക്കിഷ്ടം. വീട്ടിലാകുമ്പോൾ കുറച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഭയങ്കര വീട്ടിൽ ചെന്നാൽ ഭയങ്കര മടിയാണ് കേട്ടോ. എത്ര ജോലി ചെയ്യണമെന്ന് വിചാരിച്ചാലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മടിച്ചായിരിക്കും. അത് കഴിഞ്ഞ് ഇരുന്നാണ് കേട്ടോ തുണി കഴുകുന്നത്. കുറേ നേരം നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇരുന്ന് തുണി കഴുകുകയാണ് കേട്ടോ, അലക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ചോറ് കഴിക്കുന്നു. ചോറിന് സ്പെഷ്യലായിട്ട് മീൻ വറുത്തതും രസവും മീൻ കറിയും, തിരുവനന്തപുരം സ്റ്റൈലിലെ മീൻ കറിയും. അങ്ങനെ ചോറൊക്കെ കൂട്ടി കഴിച്ചിട്ട് ഞങ്ങൾ ഒരു ഉച്ച ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു ഒരുപാട് നാളായി താളിയൊക്കെ തലയിൽ തേച്ചിട്ട് കേട്ടോ. അപ്പം
ഒരു പഴയ ഒരു പണ്ടത്തെ കാലത്തെ നമ്മൾ കൂടുതൽ ഷാമ്പു ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ താളിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറിച്ചിട്ട് കഴുകിയിട്ട് കല്ലിലൊക്കെ ഉരിച്ച് തേക്കുമായിരുന്നു. ഇപ്പം ഞാൻ വിചാരിച്ചു അതൊന്നും വയ്യാത്തതുകൊണ്ട് മിക്സി തന്നെ ഞാൻ ചെയ്യും. ഭയങ്കര പൊടിയായിരുന്നു കേട്ടോ, റോഡ് സൈഡിലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര പൊടി. 3-4 വെള്ളത്തിലൊക്കെ ഞാൻ ഇട്ടാണ് കേട്ടോ കഴുകിയത്. ഇതിന് നല്ല ഗുണങ്ങളാണ് കേട്ടോ. മുടിക്ക് നല്ല താരനുണ്ടെങ്കിൽ മാറും, അതുപോലെ ചൊറിച്ചിൽ, അങ്ങനെ ഒരുപാട്. ആഴ്ചയിൽ 1-2 തവണ ഇങ്ങനെ ചെയ്യുന്നത് തലയ്ക്ക് ഇപ്പം മുടിക്ക് എപ്പോഴും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു തണുപ്പും കിട്ടും, നല്ലൊരു ഒരു ചൂട്, നമ്മൾ തലയിലുള്ള ചൂട് മാറി കിട്ടും. അപ്പം ഞാനത് മിക്സിയിലേക്ക് ഒന്ന് അരച്ചെടുക്കാൻ പോകാൻ കേട്ടോ. ഒന്ന് വെള്ളമൊന്നും ചേർക്കേണ്ട, കാരണം എന്ന് വെച്ചാൽ അതിൽ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എനിക്കത് ഉമ്മാണ് കേട്ടോ തേച്ച് തന്നത്. അത് നന്നായിട്ട് ഉമ്മ ആകുമ്പം കുറച്ചും കൂടി നല്ല മസാജ് ചെയ്ത് ഉമ്മ എനിക്ക് വീട്ടിൽ നിൽക്കുന്ന ഇങ്ങനെ സ്കിൻ കെയറും ഇതൊക്കെ ചെയ്ത് തരാറുണ്ട് കേട്ടോ. അങ്ങനെ മുടി ഒന്ന് പിടിച്ചിട്ടിപ്പോൾ ഉമ്മയ്ക്ക് തല നന്നായിട്ട് മസാജ് ചെയ്ത് തരാനും അതൊക്കെ ഇതാണ് കേട്ടോ. നല്ല താരനും ചൊറിച്ചിലും ഒക്കെ നല്ല സഹായിക്കും. ചെമ്പരത്തി താളി എന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഷാമ്പൂ കാട്ടും ഏറ്റവും നല്ല ബെറ്ററാണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ അത് തലയിൽ വെച്ചിട്ട് നമ്മൾ കുളിച്ച ശേഷം കുളിക്കുക. അപ്പം നല്ല മുടിക്ക് നല്ല മാറ്റം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് വൈകുന്നേരം സമയത്ത് ഞാനിങ്ങനെ മുറ്റത്തോട്ടൊക്കെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. മുറ്റത്ത് ഇങ്ങനെ കുറച്ച് നേരം വൈകുന്നേര സമയത്തൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഉമ്മയുടെ കുറേ ആ ചെടികൾ കുറേ നശിച്ച് പോയി കേട്ടോ. അന്ന് കണ്ടതിന് ശേഷം ഒരുപാട് പോയി ചെടികളൊക്കെ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ശരിയാക്കണമെന്ന് വിചാരിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. ഒരുപാട് പോയി, കറ്റാർവാഴ എല്ലാം പോയി. നല്ല കറ്റാർവാഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നശിച്ചു പോയി. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ ഞായറാഴ്ചത്തെ വ്ളോഗാണ് കേട്ടോ എടുക്കുന്നത്. ഞായറാഴ്ച എല്ലാവരും വീട്ടിൽ നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഡൈനിങ് ടേബിൾ ഇരുന്ന് ബിരിയാണി ചോറ് കഴിക്കും. അപ്പോൾ ഞാൻ ഡൈനിങ് ടേബിൾ ഞാൻ അവിടെ ചെയറിരുന്ന് കഴിച്ചോട്ടെ. നല്ല ടേസ്റ്റാണ്. ഉമ്മയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ അത് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് പുറത്തോട്ട് പോയി, ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അപ്പോൾ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. പിന്നെ ക്രിസ്മസ് മായമാണല്ലോ, അപ്പോൾ ക്രിസ്മസിനായിട്ടുള്ള കേക്ക് അങ്ങനെ അതൊക്കെയാണ് നമ്മളെ കണ്ണിപ്പെടുന്നത്. അപ്പം അതൊക്കെ കുറേയൊക്കെ നോക്കി കേട്ടോ. അതാണെങ്കിൽ ഭയങ്കര ഡിസ്കൗണ്ട് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കുറച്ച് വലിയ സാധനങ്ങൾ എടുക്കാം ഭയങ്കര. പിന്നെ വാലറ്റ് എടുത്തു കേട്ടോ, വാലറ്റ് പിന്നെ നട്ട്സൊക്കെ എടുത്തു. അപ്പം അങ്ങനെയാണ് ഇവിടെ പോയത്. നട്ട്സും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സെക്ഷനിലേക്കാണ് പോയത് കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ അധികമൊന്നും എടുത്തില്ല, കേഷ്നട്ടൊന്നും എടുത്തില്ല. പിന്നെ ഞാൻ കുറച്ച് വാൽനട്ടും അതുപോലെ തന്നെ വാൽനട്ടും ബദാമും ഒക്കെയാണ് എടുത്തത്. അതൊക്കെ ഞാൻ എടുത്ത് നോക്കിയതേ ഉള്ളൂ കേട്ടോ. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ മിക്സഡ് പാക്കറ്റും പിന്നെ കുറേ നമ്മൾ വേറെ ഷാമ്പൂ, കുറച്ച് പലചരക്ക് സാധനങ്ങൾ എടുക്കാനുണ്ട് കേട്ടോ. അതൊക്കെ അപ്പുറത്തെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ അപ്പം ഞാൻ കുറച്ച് ഉള്ളി, സവാള അങ്ങനെയൊക്കെ ഉള്ളത് വാങ്ങിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ബില്ലടിച്ചു കേട്ടോ. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, നല്ല വില കുറവും കൂടെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ അപ്പച്ചിയുടെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പച്ചിയുടെ വീട്ടിൽ പോയി. അപ്പച്ചിയുടെ വീട്ടിൽ അപ്പച്ചിയുടെ ചെടികളാണ് കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന. ഞാൻ അപ്പച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ പഴയ കിച്ചണായിരുന്നു, ഇപ്പോൾ പുതിയ കിച്ചണിലാക്കിയാണ്. പുതിയ ഫ്രിഡ്ജാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കേട്ടോ ഫ്രിഡ്ജ്, നല്ല ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജാണ്. നല്ല രസമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ സാധനങ്ങളൊക്കെ നമ്മളിപ്പം വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോറേജ് വയ്ക്കാൻ വേണ്ടിയുള്ളൊരു ഇതുണ്ട് കേട്ടോ, അതും കൊള്ളാം. അതുപോലെ തന്നെ ലൈറ്റ്സും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ലൈറ്റ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നല്ല അടിപൊളി കിച്ചൺ, ഓപ്പൺ മോഡുലാർ കിച്ചണായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ
നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും നേരം അവിടെ നിന്നിട്ട് വന്നതിൻ്റെ അതിന് നല്ല തണുത്ത ടാങ്ക് ഞാൻ കുടിച്ചു കേട്ടോ. നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.